ഇല്ലുമിനാറ്റി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. സിനിമകളിൽ, പുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ. ഈ പേര് എപ്പോഴും ഒരു നിഗൂഢതയായി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്താണിതിന് പിന്നിലെ യഥാർത്ഥ സത്യം? വരൂ, നമുക്ക് ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാം. അതെ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയാണോ ഈ ഇല്ലുമിനാറ്റി? തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ലോകത്തിലെ സർക്കാരുകളെയും സാമ്പത്തിക വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്നതിവരാണോ? ഈയൊരു സംശയത്തിൽ നിന്നാണ് ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള എല്ലാ കഥകളും തുടങ്ങുന്നത്. പക്ഷേ ഈ കഥകളിലേക്കൊക്കെ ചാടിക്കയറുന്നതിനു മുമ്പ് നമുക്ക് ഒരു നിമിഷം ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് യഥാർത്ഥ വസ്തുത? ഇല്ലുമിനാറ്റി എന്നത് 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ബവേറിയയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു. അതെ, ഇത് കിട്ടുകഥയല്ല, ചരിത്രത്തിൽ ശരിക്കുമുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. ശരി, അപ്പോ ആരായിരുന്നു ഈ യഥാർത്ഥ ഇല്ലുമിനാറ്റി? അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു? അവരുടെ ആശയങ്ങളെന്തായിരുന്നു? പിന്നെ എങ്ങനെയാണ് അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായത്? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഈ ടൈം ലൈനിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1776-ലാണ് ഈ സംഘടന സ്ഥാപിച്ചത്. അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? അന്ധവിശ്വാസങ്ങളെ എതിർക്കുക, യുക്തിയെ പ്രോത്സാഹിപ്പിക്കുക. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ വെറും 9 വർഷം കഴിഞ്ഞപ്പോൾ 1785-ല് അവിടുത്തെ സർക്കാർ ഇത് നിരോധിച്ചു, ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. ഒന്നോർത്തു നോക്കൂ, വെറും 9 വർഷം മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം. ഈ യഥാർത്ഥ ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് ഒരു ദശാബ്ദത്തിൽ താഴെ മാത്രം നിലനിന്നിരുന്ന ഒരു ചെറിയ ബൗദ്ധിക സംഘം മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ സർവശക്തരായ സംഘടനയുമായി ചരിത്രത്തിലെ ഈ ഗ്രൂപ്പിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: ചരിത്രത്തിലെ വെറുമൊരു അടിക്കുഴിപ്പായി ഒതുങ്ങേണ്ടിരുന്ന ഈ സംഘം എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭീകരരൂപിയായ ഇതിഹാസമായി മാറിയത്? ഇവിടെയാണ് കഥ ശരിക്കും രസകരമാകുന്നത്. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. വളരെ കുറഞ്ഞ കാലം മാത്രം നിലനിന്നിരുന്ന വളരെ ചെറിയൊരു സംഘം എങ്ങനെയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ആഗോള ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുവായി മാറിയത്? ഇതാണ് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു വിശ്വാസം, അല്ലേ? ഇല്ലുമിനാറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിത്രമാണിത്. എന്നാൽ ഈ ആശയം എവിടെ നിന്നാണ് വന്നത്? ശരി, ഇനി നമുക്ക് ഈ അവകാശവാദങ്ങളെ ഓരോന്നായി എടുത്ത് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കാം. എന്താണ് വസ്തുത, എന്താണ് കെട്ടുകഥ എന്ന് കൃത്യമായി വേർതിരിച്ചറിയാം. റെഡിയല്ലേ? ആഗോള നിയന്ത്രണം എന്ന സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങാം. ലോകത്തെ പ്രധാന സംഭവങ്ങളെല്ലാം ഇല്ലുമിനാറ്റി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് വാദം. എന്നാൽ ചരിത്രപരമായ രേഖകൾ എന്താണ് പറയുന്നത്? വളരെ വ്യക്തമായി പറയുന്നു. 18-ാം നൂറ്റാണ്ടിലെ ഈ സംഘത്തെ ഏതെങ്കിലും ഒരു ആധുനിക സംഭവവുമായി ബന്ധിപ്പിക്കുന്ന വിശ്വസനീയമായ ഒരു തെളിവ് പോലുമില്ല. 0, ഒരു ബന്ധവുമില്ല. ഇതാണ് സ്ഥിരം കാണുന്നൊരു പാറ്റേൺ. ചരിത്രത്തിലെ വലിയ ദുരന്തങ്ങൾ ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെടുത്താറുണ്ട്. JFK വധം ഒരു ഉദാഹരണം മാത്രം. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഒരു തെളിവും ഇതിനില്ല. ചരിത്രപരമായ വസ്തുതകൾ ഈ വാദങ്ങളെ ഒട്ടും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ തെളിവുകളൊന്നുമില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഈ മിത്ത് ഇന്നും ഇത്ര ശക്തമായി നിലനിൽക്കുന്നത്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെയെല്ലാം കയ്യിലുള്ള ഫോണുകളിലും നമ്മൾ കാണുന്ന സിനിമകളിലുമൊക്കെയാണ്. അതെ, പോപ്പ് കൾച്ചർ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സിനിമകളിലും പുസ്തകങ്ങളിലും വീഡിയോ ഗെയിമുകളിലും ഇല്ലുമിനാറ്റി ഒരു സ്ഥിരം വില്ലനാണ്, ഒരു നിഗൂഢമായ ശക്തനായ ശത്രു. യാഥാർത്ഥ്യത്തേക്കാൾ ഈ കഥകളാണ് ഇല്ലുമിനാറ്റിയെ ഇന്ന് ജീവനോടെ നിർത്തുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ഇത് വളരെ കൃത്യമായി ആ കഥ പറയുന്നുണ്ട്. ഈ മിത്ത് എവിടെ നിന്നാണ് പടരുന്നതെന്ന് കാണാം. 40% സിനിമകളിലൂടെ, 30% ഓൺലൈൻ തിയറികളിലൂടെ, പിന്നെ പുസ്തകങ്ങളും സംഗീതവും. അപ്പോൾ ഈ കഥയെ സജീവമാക്കി നിർത്തുന്നത് ഇവരാണ്, അല്ലാതെ ചരിത്രപരമായ തെളിവുകളല്ല. അപ്പോൾ നമ്മളിതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിൻ്റെ അവസാന വാക്ക് എന്താണ്? ഒരു ചെറിയ ചരിത്ര വസ്തുത എങ്ങനെയാണ് ഇത്രയും ശക്തമായ, ഇന്നും നിലനിൽക്കുന്നൊരു കെട്ടുകഥയായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരം ഇതിഹാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനൊരു ഫോർമുല തന്നെയുണ്ട്. സ്റ്റെപ്പ് 1: യഥാർത്ഥവും എന്നാൽ നിഗൂഢവുമായ ഒരു സംഘം കുറച്ചുകാലത്തേക്ക് നിലനിൽക്കുന്നു. സ്റ്റെപ്പ് 2: ആ സംഘം ഇല്ലാതാകുന്നു, അവരുടെ കഥയിൽ ഒരു വലിയ വിടവ് അവശേഷിക്കുന്നു. സ്റ്റെപ്പ് 3: കിംവദന്തികളും ആളുകളുടെ ഭയവും ചേർന്ന് ആ വിടവ് നികത്താൻ തുടങ്ങുന്നു. അവസാനം സ്റ്റെപ്പ് 4: പോപ്പ് സംസ്കാരം, അതായത് സിനിമകളും പുസ്തകങ്ങളും വിനോദത്തിനായി ഈ കഥയെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നു. ഇല്ലുമിനാട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതും ഇതേ ഫോർമുലയാണ്. ഇനി ഈ മുഴുവൻ വിശകലനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ, അതാണ് 0. അതെ,
ഇന്ന് ഇല്ലുമിനാറ്റി എന്നൊന്ന് നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്ന വിശ്വസനീയമായ ചരിത്രപരമായ രേഖകളുടെ എണ്ണം 0. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് വന്നു നിൽക്കുന്നത്. ഏതിനാണ് കൂടുതൽ ശക്തി? ഒരു ചെറിയ ചരിത്രപരമായ വസ്തുതയ്ക്കോ അതോ തലമുറകളായി നമ്മൾ ആവർത്തിച്ചു പറയുന്ന ഭാവനയിൽ വിരിഞ്ഞ ഒരു വലിയ കഥയ്ക്കോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.